ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ സിയോൺ ബ്രദറൻ ചർച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഈ സ്പെഷ്യൽ ബൈബിൾ സ്റ്റഡി പ്രോഗ്രാമിൻ്റെ ആദ്യ രാത്രിയിൽ ഇപ്രകാരം കടന്നു വരുവാനും ദൈവവചനം ശുശ്രൂഷിപ്പാനും എനിക്ക് ആയുസ്സും അവസരവും തന്ന സർവ്വകൃപാലുവായ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും ഞാൻ ആദ്യമേ അർപ്പിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ ഈ മീറ്റിംഗ് ക്രമീകരിക്കുകയും എന്നെ ക്ഷണിക്കുകയും ചെയ്ത ഈ സഭയിലെ ചുമതലപ്പെട്ട എല്ലാ സഹോദരന്മാരോടുള്ള നന്ദിയെയും പ്രകാശിപ്പിക്കുന്നു. സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നോട്ട്സ്, പ്രിൻ്റഡ് നോട്ട്സ് അഡ്വാൻസായിട്ട് തന്നാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നോട്ട്സ് എല്ലാവർക്കും തികഞ്ഞ് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും നോട്ട്സ് ഇനി ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്തിരിക്കുന്നവരുടെ നോക്കുക. പെട്ടെന്ന് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനകത്ത് ഇംഗ്ലീഷും മലയാളവും കൊടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഇത് ഞങ്ങളുടെ കോളേജ് സ്റ്റുഡൻസ് ക്യാമ്പിലൊക്കെ ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ നോട്ട്സ് പിന്നെ ചില സെൻറ്റൻസസ് മലയാളത്തിലാക്കിയതാണ്. മിക്കവാറും എല്ലാത്തിൻ്റെയും മലയാളമുണ്ട്. ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് മുഴുവൻ മലയാളത്തിൽ ആയിരിക്കും. അതുകൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരികയില്ല. മലയാളം അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ പ്രയോജനപ്പെടുന്ന നിലയിലാണ് ഇംഗ്ലീഷിലും കൂടെ ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വിഷയം എന്താണ്? രക്ഷയും അതിൻ്റെ ഉറപ്പും. പലപ്പോഴും ആ വാക്ക് കേൾക്കുമ്പോൾ രക്ഷയും അതിൻ്റെ ഭദ്രതയും എന്ന് ആളുകൾ പറയാറുണ്ട്. അങ്ങനൊരു വിഷയമുണ്ട്. അത് അല്പം വ്യത്യസ്തമായ വിഷയമാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ അർത്ഥവ്യത്യാസം ഞാൻ ആദ്യമേ പറഞ്ഞ് വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്നത്? അതിൻ്റെ ഏറ്റവും കൃത്യമായ വാക്യം യോഹന്നാന്റെ സുവിശേഷം 10:28 നമ്മുടെ കർത്താവ് പറയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ, നമുക്ക് രക്ഷിക്കപ്പെട്ട സമയത്ത് കിട്ടിയത് നിത്യജീവനാണ്. അതുകൊണ്ട് ആ ജീവൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. നമ്മുടെ രക്ഷ 100% ഭദ്രമാണ്. ദി എറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ, രക്ഷയുടെ നിത്യഭദ്രത എന്നതിനെ പറയും. അതിനെക്കുറിച്ച് നമുക്കാർക്കും സംശയമില്ല. നാം അത് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അത് ദൈവവചനത്തിൻ്റെ പഠനമാണ്. അത് മറ്റൊരു വിഷയമാണ്. അതിന് വേറെ വാക്യങ്ങളൊക്കെയുണ്ട്. എന്നാൽ ഇന്ന് നാം പഠിക്കുന്നത് രക്ഷയും അതിൻ്റെ ഉറപ്പും എന്നതാണ്. രക്ഷാനിർണയം. രക്ഷിക്കപ്പെട്ട പലർക്കും അവർ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ വേണ്ട നിശ്ചയമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ആ വിഷയമാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ തലക്കെട്ട് ഇംഗ്ലീഷിലേക്ക് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ പല പ്രാവശ്യം പറഞ്ഞു. രക്ഷയും അതിൻ്റെ ഉറപ്പും. വേണമെങ്കിൽ അത് അവിടെ നിങ്ങൾക്ക് മലയാളത്തിലും എഴുതാം. ഏത് വിഷയവും ഞാൻ തുടങ്ങുമ്പോൾ സാധാരണ ആ വിഷയത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ നീക്കാറുണ്ട്. തെറ്റിദ്ധാരണകൾ നീക്കിയെങ്കിലേ ശരിയായ ധാരണയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഈ തെറ്റിദ്ധാരണകൾ മനുഷ്യ സഹജമാണ്. ഒരിക്കലൊരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ അധ്യാപകൻ, ചെറിയ കുട്ടികളുടെ ക്ലാസ്സാണ്, അവരോട് ചോദിച്ചു, പുതിയ നിയമത്തിൽ യോഹന്നാൻ അല്ലെങ്കിൽ ജോൺ എന്ന പേരുള്ള എത്ര പേരുണ്ട്? നിങ്ങൾക്കൊരു പക്ഷേ ഉത്തരം അറിയാമായിരിക്കും. മിടുക്കനായ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, സാറേ 3 പേരുണ്ട്. ആരൊക്കെയാണ്? 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ എന്ന് ഉത്തരം പറഞ്ഞു. വളരെ ചെറിയ പ്രായത്തിൽ ഈ പുസ്തകക്രമമൊക്കെ പഠിക്കുന്നതുകൊണ്ട് കുട്ടി വിചാരിച്ചു 3 പേരുണ്ട്, തിരിച്ചറിയാൻ വേണ്ടി 1, 2, 3 എന്ന നമ്പർ കൊടുത്തിരിക്കുകയാണ്. അത് കുട്ടിയുടെ തെറ്റിദ്ധാരണ. പ്രായമായവർക്കും പല വിഷയങ്ങളിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രക്ഷയുടെ വിഷയത്തിലും പല കാര്യങ്ങളിൽ ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. ചിലത് മാത്രം ഇവിടെ എഴുതിയിരിക്കുന്നു. ഈ ലിസ്റ്റ് പൂർണ്ണമല്ല, വേണമെങ്കിൽ ഇത് കൂട്ടാൻ സാധിക്കും. എന്നാൽ എൻ്റെ 1 മണിക്കൂർ സമയം കൊണ്ട് ഇത്രയും മാത്രമേ കവർ ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്താണ് ഒന്നാമത്തെ തെറ്റിദ്ധാരണ? അത് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. സാൽവേഷൻ ഈസ് നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് താഴെ പറയുന്ന 4 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തല്ല എന്നുള്ള തലക്കെട്ട് മുകളിലുണ്ട്. അതിൻ്റെ മലയാളം ഞാൻ എഴുതിയിട്ടില്ല. ഒന്നാമത്തേത്, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുന്നതല്ല രക്ഷിക്കപ്പെടുന്നത്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട അനേകരുണ്ട്. അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടവരാണ്, വിശ്വാസികളാണ്, ക്രിസ്ത്യാനികളാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നവർ ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ ആ തെറ്റിദ്ധാരണ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ട് ആരും സ്വാഭാവികമായിട്ട് ഒരു പദവി അലങ്കരിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ,
ഒരു ഡോക്ടറുടെ വീട്ടിൽ ജനിച്ചതുകൊണ്ട് ഡോക്ടറുടെ മകൻ സ്വാഭാവികമായി ഡോക്ടറാകുന്നില്ല. ഡോക്ടറാകാനുള്ള എല്ലാ കഴിവും അതിൻ്റെ ആ വാസനയും പൊട്ടൻഷ്യലും എല്ലാം കാണും. പക്ഷേ ആ കുട്ടിയും പഠിക്കണം, അനേക നാളുകളുടെ കഠിനാധ്വാനം വേണം, അതിനുശേഷം മാത്രമേ ഒരു പക്ഷേ ഡോക്ടറായി തീരുന്നുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു, മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ആരും ഒരിക്കലും അവർ രക്ഷിക്കപ്പെടുന്നില്ല എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിൽ ഞാനത് എടുത്തെഴുതിയെന്ന് മാത്രം. രണ്ടാമത്, എല്ലാ യോഗങ്ങളിലും സംബന്ധിക്കുന്നതല്ല. ഇറ്റ് ഈസ് നോട്ട് അറ്റൻഡിങ് ദ ചർച്ച് ഗ്യാതറിങ്സ് റെഗുലർലി. നമ്മളൊക്കെ മിക്കവാറും യോഗങ്ങൾക്കൊക്കെ സംബന്ധിക്കുന്നവരാണ്. ഇന്നിപ്പോൾ അതിൽ കൂടുതൽ ആളുണ്ട് രാത്രിയിൽ എനിക്കറിയാം. സാധാരണ ഞാൻ മുമ്പൊക്കെ രാത്രി വരുമ്പോൾ ഇത്രയും ആളുകളെ കാണാറില്ല. എന്നാൽ ഞായറാഴ്ചയൊക്കെ നമ്മളൊക്കെ യോഗങ്ങളിൽ സംബന്ധിക്കുന്നവരാണ്, നല്ല കാര്യം. ദിവസങ്ങളിലും വരുന്നവരുണ്ട്. എന്നാൽ എല്ലാ യോഗങ്ങളിലും സംബന്ധിക്കുന്നു എന്നതുകൊണ്ട് ഒരുവൻ രക്ഷിക്കപ്പെട്ടവൻ ആകുന്നില്ല. യോഗങ്ങളിൽ സംബന്ധിക്കുന്ന അറ്റൻഡൻസ് ആണ് രക്ഷയിലേക്ക് നയിക്കുന്നതെങ്കിൽ നമ്മേക്കാൾ കൂടുതൽ എല്ലാ യോഗങ്ങളിലും സംബന്ധിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. ആരാണെന്ന് നമുക്കറിയാം അല്ലേ? ആരാണ്? അത് സാത്താനാണ്. സാത്താൻ എല്ലാ യോഗങ്ങൾക്കും വരുന്ന ആളാണ്. തീർച്ചയായിട്ടും നമ്മുടെ കൂടിയവരിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, അതിന് വാഗ്ദാനമുണ്ട്. എന്നാൽ സാത്താനും എല്ലായിടത്തും വരുന്നുണ്ട്. സാത്താനും സാത്താൻ്റെ ദൂതന്മാരും വരുന്നുണ്ട്. ഇവിടെയും വന്നിട്ടുണ്ട്. ആരും തിരിഞ്ഞൊന്നും നോക്കണ്ട, എല്ലാം വന്നിട്ടുണ്ട്, കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, സാത്താൻ എല്ലായിടത്തും വരുന്നുണ്ട്, അതുകൊണ്ട് അവൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല. അപ്പോൾ യോഗങ്ങളിൽ സംബന്ധിക്കുന്നു എന്നുള്ള അറ്റൻഡൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരുവൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് തീരുമാനിക്കുന്നത്. മൂന്നാമത്തേത്, ആദ്യത്തെ ചില തെറ്റിദ്ധാരണകൾ പെട്ടെന്ന് പറഞ്ഞു പോകാവുന്നതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോകുന്നു. മൂന്നാമത്തേത്, ടേക്കിംഗ് ബാപ്റ്റിസം, സ്നാനപ്പെടുന്നതല്ല. ചിലരോട് രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ഉടനെ പറയും ഞാൻ സ്നാനപ്പെട്ടതാണ്. സ്നാനം തീർച്ചയായും ഒരു വിശ്വാസി അനുസരിക്കേണ്ട ആദ്യത്തെ കൽപ്പനയാണ്, യാതൊരു സംശയവുമില്ല. സ്നാനത്തിന് വലിയ പ്രാധാന്യവുമുണ്ട്. പക്ഷേ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് സ്നാനപ്പെടുന്നതല്ല. രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടവരുമുണ്ട്. അങ്ങനെ ഒരാൾ സ്നാനപ്പെട്ടാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഉണങ്ങിയ പാപി നനഞ്ഞ പാപിയായിട്ട് കയറി വരുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്നാനമല്ല ഒരു വ്യക്തിയെ രക്ഷിക്കപ്പെടുന്നത് സ്നാനപ്പെടുന്നതല്ല. നാലാമത്, പാപങ്ങളുടെ എണ്ണം ക്രമേണ കുറയ്ക്കുന്നതല്ല. നമുക്ക് സുവിശേഷം അറിയിക്കാൻ വേണ്ടി ചില ഭവനങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ചിലരോടൊക്കെ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ചിലർ പറയാറുണ്ട് ഇപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ചോദിച്ചാൽ പറയും മുമ്പ് ഞാൻ ഒരു ദിവസം 20 സിഗരറ്റ് വലിക്കുമായിരുന്നു, ഇപ്പോൾ അത് കുറച്ചു, ഇപ്പോൾ 5 സിഗരറ്റേ വലിക്കുകയുള്ളൂ. മുമ്പ് ഞാൻ ഒരു ദിവസം ധാരാളം ചീത്ത വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു, ഇപ്പോൾ വലിയ ദേഷ്യം വരുമ്പോൾ മാത്രം 1-2 വാക്കുകളൊക്കെ പറയും. അങ്ങനെ പാപങ്ങളുടെ എണ്ണം ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വയ നവീകരണ പ്രക്രിയ, അത് നല്ലതാണ്. പക്ഷേ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഇതിൻ്റെ എണ്ണം ഇനി കൂട്ടാൻ കഴിയും. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു യോഗത്തിൽ നിന്ന് കൈ ഉയർത്തുന്നതോ അല്ലെങ്കിൽ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതോ ഇങ്ങനെയുള്ള യാതൊന്നുമല്ല വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ഒരു പക്ഷേ രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടും, അല്ലെ രക്ഷിക്കപ്പെട്ടവർ കൈ ഉയർത്തും, അതൊക്കെ ശരിയാണ്. എന്നാൽ രക്ഷ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല എന്നുള്ളത് ആദ്യമേ നാം മനസ്സിലാക്കണം. അങ്ങനെ 4-5 തെറ്റിദ്ധാരണകൾ ഞാൻ പറഞ്ഞു. ദെൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സാൽവേഷൻ? എന്താണ് രക്ഷയുടെ അർത്ഥം? രണ്ടാമത്തെ തലക്കെട്ട്, എന്താണ് വാസ്തവത്തിൽ രക്ഷ എന്ന് പറയുന്നത്? അത് തന്നെ 2-3 നിലയിൽ വിശദീകരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ വ്യക്തമാകാൻ വേണ്ടി. രക്ഷ എന്നത് പുതിയ ജനനമാണ്. ഇറ്റ് ഈസ് എ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, വീണ്ടും ജനനമാണ്. 1 യോഹന്നാൻ 1:12 നാം വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അഥവാ ദൈവം അധികാരം കൊടുത്തു. അപ്പോൾ വിശ്വസിക്കുന്നവർ ദൈവമക്കളാകുന്നു എന്ന് പറയുമ്പോൾ ആരാണ് അവരുടെ പിതാവ്? ദൈവമാണ് അവരുടെ പിതാവ്. ദൈവ കുടുംബത്തിൽ ആ വ്യക്തി ജനിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ രക്ഷ. യോഹന്നാൻ 3:3 കർത്താവ് നിക്കോദെമോസിനോട് പറയുന്നുണ്ട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിക്കുക, വീണ്ടും ജനിക്കുക. എന്താണ് ഈ പുതുജനനം എന്ന് പറയുന്നത്? അതും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ്. ഒരിക്കൽ ഒരു സുവിശേഷകൻ, ഞാൻ ഈ ഭവന സന്ദർശനത്തിലെ ഉദാഹരണങ്ങൾ പലതും പറയും, ഒരു ഭവനം സന്ദർശിച്ചപ്പോൾ ഒരു യുവാവിനെ കണ്ട് ചോദിച്ചു, നീ വീണ്ടും ജനിച്ചതാണ്? രക്ഷിക്കപ്പെട്ട ആളെന്ന് ചോദിച്ചില്ല, നീ വീണ്ടും ജനിച്ചതാണ്? അപ്പോൾ അതെ, ഞാൻ വീണ്ടും ജനിച്ചതാണ്. അപ്പോൾ എപ്പോഴാണ് വീണ്ടും ജനിച്ചത്, എങ്ങനെയാണ്? അപ്പോൾ അവൻ പറഞ്ഞു, അത് വലിയൊരു കഥയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ആ വലിയ കഥ ഒന്ന് വെട്ടിച്ചുരുക്കി പറയാം. അപ്പോൾ അവൻ പറഞ്ഞു,
എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ വല്യപ്പച്ചൻ ഒരു ഹിന്ദുവായിട്ടാണ് ജനിച്ചത്. ഒരു മിഷണറി സുവിശേഷം പറഞ്ഞ് അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ട് തീർന്നു. അദ്ദേഹം ജന്മനാ ക്രിസ്ത്യാനി അല്ലായിരുന്നു, ഒരു മിഷണറി സുവിശേഷം പറഞ്ഞ് ക്രിസ്ത്യാനിയായി തീർന്നു. എൻ്റെ പിതാവ് ക്രിസ്ത്യാനിയായ വല്യപ്പച്ചനിൽ നിന്ന് ജനിച്ച ആളാണ്. അതുകൊണ്ട് ഹീസ് എ ബോൺ ക്രിസ്ത്യൻ. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് ജനിച്ചുകൊണ്ട് ഐ എം എ ബോൺ എഗെയിൻ ക്രിസ്ത്യൻ. ഞാൻ എൻ്റെ പിതാവ് ഒരു ബോൺ ക്രിസ്ത്യനാണ്, ജന്മനാ ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് ആ പിതാവിൽ നിന്ന് ജനിച്ചുകൊണ്ട് ഞാൻ ആരാണ്? വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിയാണ്. നല്ല ലോജിക്കാണല്ലേ? അങ്ങനെ ക്രിസ്ത്യാനികളായ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയുകയില്ല, ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നോക്കുക, അനേകം തെറ്റിദ്ധാരണകൾ രക്ഷയെക്കുറിച്ചും വീണ്ടും ജനനത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ ക്രൈസ്തവർ എന്ന് പറയുന്നവരുടെ ഇടയിലുണ്ട്. എന്നാൽ അതല്ല വീണ്ടും ഇതൊരു പുതിയ ജനനമാണ് എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു പുതിയ കുടുംബത്തിൽ, നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരു ശിശു ജനിക്കുന്നത് പോലെ വിശ്വസിക്കുന്ന ആ വ്യക്തി ദൈവത്തിൻ്റെ കുടുംബത്തിൽ, ആ കുടുംബത്തിലൊരു അംഗമായിട്ട് അല്ലെങ്കിൽ ശിശുവായിട്ട് ജനിക്കുകയാണ്. അതുതന്നെയാണ് അടുത്ത വാചകത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്, ഇറ്റ് ഈസ് ബിക്കമിങ് എ ന്യൂ ക്രിയേഷൻ, പുതിയ സൃഷ്ടിയായി തീരുന്നതാണ്. 2 കൊരിന്ത്യർ 5:17 നാം വായിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. എന്താണ് ആ വാചകത്തിൻ്റെ അർത്ഥം? നാം സാധാരണ ഉദ്ധരിക്കുന്ന വാക്യമാണ്. എന്താണ് പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ? എന്താണ് വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത്? എന്താണ് ദൈവം ചെയ്യുന്നത്? നാമൊക്കെ വ്യത്യസ്തരായ മാതാപിതാക്കളാൽ വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ചവരാണ്. നാം ജനിച്ചപ്പോൾ നമുക്ക് ജന്മനാ കിട്ടിയ ഒരു ഹ്യൂമൻ നേച്ചർ, മനുഷ്യപ്രകൃതമുണ്ട്. അത് ആദാമ്യ പ്രകൃതമാണ്. ആ മനുഷ്യപ്രകൃതത്തെ ആണ് സിൻഫുൾ നേച്ചർ, പാപപ്രകൃതം എന്ന് വിളിക്കും. മലയാളം ബൈബിൾ അതിനെയാണ് പല പ്രാവശ്യം പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ജഡം എന്ന് വിളിച്ചിട്ടുണ്ട്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു കർത്താവും പറഞ്ഞു. ജഡം, അവിടെ ജഡം എന്നുള്ളത് 2 അർത്ഥങ്ങളുണ്ട്. ശരീരം എന്ന അർത്ഥമുണ്ട്. അതുപോലെ നമുക്ക് ജന്മനാ കിട്ടിയ ഒരു പാപപ്രകൃതമുണ്ട്. കാരണം നാം ആദാമിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു ഹ്യൂമൻ നേച്ചർ മനുഷ്യപ്രകൃതം പാപപ്രകൃതമാണ്, അല്ലെ ജഡം, അത് നമുക്ക് കിട്ടി. രക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്തെങ്കിലും സംഭവിച്ചോ? ഈ ജഡത്തെ, ഈ പാപപ്രകൃതത്തെ ഉന്മൂലനം ചെയ്യാതെ, നശിപ്പിക്കാതെ ദൈവം നമുക്കൊരു പുതിയ പ്രകൃതം തരികയാണ്. അതുകൊണ്ടാണ് അതിനെ സൃഷ്ടി എന്ന് പറയുന്നത്. 2 പത്രോസ് 1:4 എഴുതിയിട്ടുണ്ട്, നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ എഴുതുന്നു. വി ഗോട്ട് എ ഡിവൈൻ നേച്ചർ. ഒരു ഇംഗ്ലീഷിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ദൈവപ്രകൃതി നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ജന്മനാ ലഭിച്ച ഒരു ആദാമ്യ പ്രകൃതം നമുക്കെല്ലാം ഉണ്ട്. അത് പാപപ്രകൃതമാണ്. അത് ദൈവം ഇല്ലാതാക്കിയില്ല, അതില്ലാതാക്കാൻ പറ്റുകയുമില്ല. അതില്ലാതാക്കിയാൽ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ഗുണങ്ങൾ തന്നെ, അല്ലെ ആട്രിബ്യൂട്ട്സ്, ഗുണലക്ഷണങ്ങൾ തന്നെ ഇല്ലാതെയാകും. അതൊരിക്കലും ഇല്ലാതെയാകുകയില്ല. അതുണ്ട്. എന്നാൽ അതിനെ അതിജീവിക്കുന്ന അതിശക്തമായ ഒരു ദൈവ സ്വഭാവം, ദിവ്യ പ്രകൃതിയും കൂടെ നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ദൈവം സൃഷ്ടിക്കുകയാണ്. അങ്ങനെയാണ് അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നത്. എന്നാൽ ഈ 2 പ്രകൃതങ്ങളും ഉള്ളത് കൊണ്ട് അവ തമ്മിലുള്ളൊരു സംഘർഷം എപ്പോഴുമുണ്ട്. അതാണ് ഗലാത്യർ 5:16 വാക്യങ്ങളിലൊക്കെ നാം വായിക്കുന്നത്, ആത്മാവും ജഡവും തമ്മിലുള്ള പോരാട്ടം. ഇങ്ങനെ 2 സ്വഭാവം ഉള്ളതുകൊണ്ട് ഏത് സ്വഭാവമാണ് കൂടുതൽ വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഏത് പ്രകൃതത്തെയാണോ നാം പാലൂട്ടി വളർത്തുന്നത്, നാം താലോലിക്കുന്നത്, നാം പരിപോഷിപ്പിക്കുന്നത്, അതാണ് പലപ്പോഴും പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് എല്ലാ വിശ്വാസികളുടെയും പ്രകൃതം, അല്ലെങ്കിൽ പ്രകൃതം ഒന്നാണെങ്കിലും അവരുടെ സ്വഭാവവും പെരുമാറ്റവും ഒരുപോലെയല്ല. ദൈവം തന്നൊരു പ്രകൃതം നമുക്കെല്ലാം ഉണ്ട്. എന്നാൽ അതിനെ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഈ പ്രകൃതത്തെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരണം. അതല്പം അഡീഷണലായിട്ടൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന സൃഷ്ടി എന്ന് പറയുന്നത് ആ ദിവ്യ സ്വഭാവം, ദൈവ സ്വഭാവം, ദൈവപ്രകൃതം രക്ഷിക്കപ്പെടുന്നവന് കിട്ടുന്നു. അത് സൃഷ്ടി ആയതുകൊണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ പുതിയ ജനനവും പുതിയ സൃഷ്ടി അത് ചേർന്ന് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. 3-ാമത്തെ കാര്യം വളരെ ലളിതമായ ഒരു വിശദീകരണമാണ്. ഇതാണ് നാം സാധാരണ പറയുന്നത്. എന്താണ് രക്ഷയെന്ന് ചോദിച്ചാൽ നാം സാധാരണ പറയുന്ന ഉത്തരം ഇതാണ്: പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നതാണ് വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുന്നത്. ഇതാണ് ഏറ്റവും ലളിതമായ കാര്യം. 2 കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്, ശ്രദ്ധിച്ചോ. ഒന്ന് നെഗറ്റീവാണ്, പാപത്തിൻ്റെ
ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, ഞാനീ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേന ഉള്ളവർക്ക് അതേക്കുറിച്ച് എടുക്കാം. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. അതാണ് രക്ഷിക്കപ്പെട്ട സമയത്ത് സംഭവിച്ചത്. എന്താണ് പാപത്തിൻ്റെ ശിക്ഷ? റോമർ 6:21 നാം വായിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അവിടെ പറയുന്ന മരണം ഏതാണ്? ശാരീരിക മരണമാണ്. എത്ര തരം മരണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ശാരീരിക മരണമുണ്ട്, ആത്മിക മരണമുണ്ട്, പിന്നെ നിത്യമരണമുണ്ട്. എന്നാൽ ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ അത്രേ. 2-ാം ഭാഗത്ത് നിത്യജീവനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ആദ്യ ഭാഗത്ത് പറയുന്ന മരണം ഏത് മരണമാണ്? പറഞ്ഞു, ഇത്രയൊക്കെ പറഞ്ഞു, ക്ലാസ്സാണത്, നമുക്കറിയാവുന്നതാണ്. എന്താണ്? നിത്യമരണമാണ്. അങ്ങനെയാണ് നാം വചനം വ്യാഖ്യാനിക്കേണ്ടത്. 2-ാം ഭാഗത്ത് ഇത് നിത്യജീവനെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം പറയുന്ന മരണം ശാരീരിക മരണമല്ല. പാപത്തിൻ്റെ ശമ്പളമായ മരണം എന്ന് പറയുന്നത് നിത്യമരണമാണ്. ശാരീരിക മരണവും ആദിമ മനുഷ്യൻ്റെ പാപത്തിൻ്റെ അനന്തരഫലമാണ് എന്നുള്ള സത്യമാണെങ്കിലും അവിടെ പൗലോസ് ഊന്നൽ കൊടുക്കുന്നത് നിത്യമരണത്തിനാണ്. അപ്പോൾ അതാണ് പാപത്തിൻ്റെ ശിക്ഷ. അതിൽ നിന്ന് നാം വിടുതൽ പ്രാപിച്ചു. എപ്പോൾ? രക്ഷിക്കപ്പെട്ട സമയത്ത്. തീർന്നില്ല, അത് നെഗറ്റീവ് സൈഡാണ്. പോസിറ്റീവായിട്ട് നിത്യജീവനും ലഭിച്ചു. ഇത് രണ്ടും സംഭവിച്ചു. വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട സമയത്ത് നാം ഇതിനെക്കുറിച്ചൊന്നും അത്ര ബോധവാന്മാർ ആയി കാണുകയില്ല. പക്ഷേ ഇതൊക്കെയാണ് സംഭവിച്ചത്. എന്താണ് ഈ നിത്യജീവൻ എന്ന് പറയുന്നത്? നിത്യജീവൻ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് അവസാനമില്ലാത്ത ജീവൻ, അനന്തമായ ജീവൻ, അതാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. എന്നാൽ നിത്യജീവൻ എന്നുള്ള വാക്കിൻ്റെ ശരിയായ അർത്ഥം ദൈവത്തിൻ്റെ ജീവൻ എന്ന് തന്നെയാണ്. ദൈവം നിത്യനാണ്, ദൈവത്തിൻ്റെ ജീവനാണ് നമുക്ക് ലഭിച്ചത്. ദൈവത്തിൻ്റെ ജീവന് അവസാനമില്ല. അതുകൊണ്ട് നമുക്ക് ലഭിച്ച നിത്യജീവനും അവസാനമില്ല. വാസ്തവത്തിൽ നരകത്തിൽ പോകുന്നവരുടെ കാര്യം എന്താണ്? അവിടെയും ഒരർത്ഥത്തിൽ അവർ നിത്യം ജീവിക്കുകയല്ലേ? ചിന്തിച്ചിട്ടില്ലേ? അപ്പോൾ രക്ഷിക്കപ്പെടേണ്ട ആവശ്യമാണോ? നിത്യം ജീവിക്കാൻ വേണ്ടി നരകത്തിൽ പോയാലും പോരെ. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. നരകത്തിലുള്ളവർക്കും അവർ നിത്യത മുഴുവൻ നിത്യദണ്ഡനം അനുഭവിക്കുകയാണ്. പക്ഷേ അത് നിത്യജീവനല്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി എറ്റേണൽ എക്സിസ്റ്റൻസ്. എന്നാൽ വിശ്വാസത്തിൽ കിട്ടുന്നത് എറ്റേണൽ ലൈഫാണ്. അവിടെ നിത്യമായൊരു വാസമുണ്ട് നരകത്തിൽ, പക്ഷേ നിത്യജീവനല്ല. അപ്പോൾ ജീവനെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം, ക്വാണ്ടിറ്റിക്കല്ല. അതിൻ്റെ ഡ്യൂറേഷനല്ല, കാലദൈർഘ്യമല്ല അവിടുത്തെ വിഷയം. അതൊരു പുതിയ തരം ജീവനാണ്, ദൈവത്തിൻ്റെ ജീവൻ തന്നെയാണ്. അതാണ് സ്വർഗവും നരകവും തമ്മിലുള്ള വ്യത്യാസം. നരകത്തിലും നിത്യമായ വാസമുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ഇന്നും നാം അനുഭവിക്കുന്ന നിത്യജീവൻ അത് തുടരുകയാണ്. സ്വർഗത്തിലും നിത്യമായ സന്തോഷമുണ്ട്, സൗഭാഗ്യങ്ങളുണ്ട്, നിത്യമായ അനുഗ്രഹങ്ങളുണ്ട്. അതെല്ലാം കൂടെ ചേർന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അത് ഈ ഭൂമിയിൽ വെച്ച് ഇന്ന് തന്നെ നാം ആസ്വദിച്ച് തുടങ്ങുകയാണ്. അത് നിത്യതയോളം തുടരുകയും ചെയ്യും. അപ്പോൾ രക്ഷിക്കപ്പെട്ട സമയത്ത് നമുക്ക് ലഭിച്ചെന്തൊക്കെയാണ്? പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള സമ്പൂർണമായ വിടുതൽ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. റോമർ 8:1 അതൊരു സത്യം. എല്ലാ വാക്കിലും ഞാൻ എഴുതിയിട്ടില്ല. മറുവശത്ത് യോഹന്നാൻ 3:16 പറയുന്നത് പോലെ നിത്യജീവൻ ലഭിക്കുകയാണ്, നിത്യമായിട്ടുള്ള ജീവൻ ലഭിക്കുകയാണ്. ആ 3:16 തന്നെ ശ്രദ്ധിക്കുക. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും, അടുത്ത വാക്കെന്താണ്? നശിച്ചു പോകാതെ. അവിടെ രണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട്. എന്താണ് ഈ നശിച്ചു പോകുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? റോമർ 6:21 ഞാൻ നേരത്തെ വ്യാഖ്യാനിച്ച് പറഞ്ഞു. അതുപോലെ വേണം യോഹന്നാൻ 3:16 മനസ്സിലാക്കാൻ. നശിച്ചു പോകാതെ അടുത്ത വാക്കെന്താണ്? നിത്യജീവൻ. അപ്പോൾ അവിടെ നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിത്യജീവൻ്റെ വിപരീത പദമാണ്, നിത്യനാശമാണ്, നിത്യമരണമാണ്. അപ്പോൾ യോഹന്നാൻ 3:16 റോമർ 6:29 രണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു വശത്ത് നിത്യമരണം, മറുവശത്ത് നിത്യജീവൻ. നിത്യമരണം എന്ന് വെച്ചാൽ വേദോസ്തവത്തിൻ്റെ കാഴ്ചപ്പാടിൽ മരണം എന്ന് പറഞ്ഞാൽ വേർപാടാണ്, സെപ്പറേഷനാണ്. നിത്യമരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാട്. അതെന്നേക്കുമായിട്ട് നീങ്ങി നമുക്ക് നിത്യജീവൻ, ദൈവത്തിൻ്റെ ജീവൻ കിട്ടിയിരിക്കുകയാണ്. അടുത്ത പേജിലേക്ക് പോകാൻ, രണ്ടാമത്തെ പേജ്. മീൻസ് ഫോർ സാൽവേഷൻ. രക്ഷയ്ക്കുള്ള മാർഗം എന്താണ്? രക്ഷയ്ക്ക് എത്ര മാർഗമുണ്ട്? ഒരേ ഒരു മാർഗം അല്ലേ? ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട
ഒരു മാർഗമാണ് യേശുക്രിസ്തുവിൽ കൂടുതൽ രക്ഷ അല്ലെങ്കിൽ വിശ്വാസം എന്നുള്ളത്. ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു മാർഗം. ഇവിടെ ഞാൻ മലയാളം മാത്രം വായിക്കുന്നു. യേശുക്രിസ്തുവിലെ വിശ്വാസം എന്ന ഏക മാർഗം മാത്രമാണ് രക്ഷയ്ക്കുള്ളത്, വേറെ ഒരു മാർഗവുമില്ല. യേശുക്രിസ്തുവിലെ വിശ്വാസം എന്ന ഏക മാർഗമാണ് രക്ഷയ്ക്കുള്ളത്. ശരി, അതെങ്ങനെ കിട്ടും? കൃപയാൽ വിശ്വാസം മൂലമാണ് രക്ഷിക്കപ്പെടുന്നത്. എഫേസ്യർ 2:8. കൃപ, വിശ്വാസം, ഇത് രണ്ടും അർത്ഥവത്തായ പദങ്ങളാണ്. ദൈവം കൃപയാൽ നമ്മെ രക്ഷിച്ചു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എഫേസ്യർ 2:8. എന്താണ് ഈ കൃപ എന്ന് പറയുന്നത്? നാം സാധാരണ പറയും അനർഹമായ സ്ഥാനത്ത് ചൊരിയപ്പെടുന്ന ദൈവത്തിൻ്റെ നന്മ അല്ലെങ്കിൽ കരുണയാണ് കൃപ. ശരിയാണ്. എന്നാൽ കൃപയിൽ അതിനേക്കാൾ ആഴമേറിയ അർത്ഥങ്ങളുണ്ട്. എങ്ങനെയാണ് ദൈവം നമ്മെ രക്ഷിച്ചത്? നാം മനസ്സിലാക്കണം, രക്ഷ എന്ന് പറയുന്നത് 100% ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവമാണ് അതിന് മുൻകൈ എടുക്കുന്നത്. ഈ കൃപയിൽ ദൈവം എന്താണ് ചെയ്തത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല. വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ച് നാം ചിന്തിക്കുന്നത് എന്താണ്? എവിടെ ഒരു കൺവെൻഷൻ നടന്നു, ഒരു സുവിശേഷയോഗം നടന്നു, ഞാൻ ചെന്ന് പ്രസംഗം കേട്ടു, അപ്പോൾ അവിടെ ഒരാഹ്വാനം തന്നു, ഞാൻ എഴുന്നേറ്റ് കൈപൊക്കി, അല്ലെങ്കിൽ ഞാൻ അന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, അത്രയുമേ നമുക്കറിയത്തുള്ളൂ. എന്നാൽ ഈ സുവിശേഷം കേൾക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല. വാസ്തവത്തിൽ ഈ നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് വളരെ ലളിതമായി നാം ചിന്തിക്കുന്നു എങ്കിലും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വലിയ ഒരു പ്രവർത്തനമുണ്ട്. ഈ സുവിശേഷം കേൾക്കുമ്പോൾ അതേ സമയം, സുവിശേഷം വെച്ചാൽ ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപിയുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പാപി അത് അറിയുന്നില്ല. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, സുവിശേഷ പ്രസംഗം കേട്ടപ്പോൾ ആർക്കെങ്കിലും അത് താനൊരു പാപിയാണെന്ന് ബോധ്യമായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് തോന്നിയെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമാണ്. അതാണ് കൃപ എന്ന് പറയുന്നത്. കൃപയിൽ അതെല്ലാം ഉണ്ട്. കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. അങ്ങനെ ദൈവം കൃപ ചെയ്തു. ദൈവമാണ് കൃപയാൽ സുവിശേഷം കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കിയത്. ദൈവമാണ് സുവിശേഷം കേൾപ്പിച്ചത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പാപിയുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് പാപബോധ്യം കൊണ്ടുവരുന്നത്, രക്ഷിക്കപ്പെടുവാനുള്ള പ്രേരണ കൊടുക്കുന്നത്. ഇതെല്ലാം ദൈവം തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒടുവിൽ മനുഷ്യൻ്റെ റോളെന്ന് പറയുന്നത് ഒരു ചെറിയ റോൾ മാത്രമേ ഉള്ളൂ. അതാണ് വിശ്വാസം. ഫെയ്ത്ത് ഈസ് മാൻസ് റെസ്പോൺസ് ടു ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയോടുള്ള മനുഷ്യൻ്റെ പ്രതികരണമാണ് വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. അതിൽ ഒന്നും നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്നൊക്കെ നാം വായിക്കുന്നു. അതുകൊണ്ട് അതാണ് ദൈവത്തിൻ്റെ കൃപ. അങ്ങനെ ദൈവം കൃപ ചെയ്തപ്പോൾ ആ കൃപയാൽ നാം ദൈവത്തോടും യേസ് ലോർഡ് എന്ന് പറഞ്ഞു. അതാണ് വിശ്വാസം. അങ്ങനെയാണ് കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നത്. അടുത്ത വാചകം, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരുവനെ വിടുവിക്കുന്നതിനാൽ ഇതിനെ രക്ഷിക്കുന്ന വിശ്വാസം എന്ന് വിളിക്കുന്നു. അങ്ങനെ ബൈബിളിൽ രക്ഷിക്കുന്ന വിശ്വാസം ഒരു വാക്ക് കൃത്യമായിട്ടില്ല, ആശയമുണ്ട്. നമ്മൾ സാധാരണ വിശ്വാസത്തെ മനസ്സിലാക്കാൻ വേണ്ടി പഠന സൗകര്യത്തിന് വേണ്ടി രക്ഷിക്കുന്ന വിശ്വാസം സേവിങ് ഗ്രേസ് എന്നും സസ്റ്റെയിനിങ് ഗ്രേസ് നിലനിർത്തുന്ന വിശ്വാസം എന്നും പറയാറുണ്ട്. ഇത് തിരിച്ചറിയണം, അല്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാകുകയും ചെയ്തു. വാസ്തവത്തിൽ ഈ യാക്കോബിൻ്റെ ലേഖനമൊക്കെ പഠിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. യാക്കോബ് ഊന്നൽ കൊടുക്കുന്ന മുഴുവൻ ഈ സസ്റ്റെയിനിങ് ഫെയ്ത്തിനുമുണ്ട്, ഗ്രേസിനും ഈ സസ്റ്റെയിനിങ് എലിമെൻ്റ് ഉണ്ട്. നിലനിർത്തുന്ന വിശ്വാസമുണ്ട്, നിലനിർത്തുന്ന കൃപയും ഉണ്ട്. അതുപോലെ ഇവിടെ പറയുന്നത് ഒരുവനെ വിടുവിക്കുന്ന വിശ്വാസം, ഇത് സേവിങ് ഗ്രേസാണ്, സേവിങ് ഫെയ്ത്താണ്, അല്ലെങ്കിൽ രക്ഷിക്കുന്ന വിശ്വാസമാണ് സേവിങ് ഫെയ്ത്ത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ സസ്റ്റെയിനിങ് ഫെയ്ത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ യോഹന്നാൻ 3:16 അപ്പോസ്തലപ്രവൃത്തി 16:30 നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവിടെയൊക്കെ പറയുന്ന വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമാണ്. എന്തുകൊണ്ടാണ് അതിനെ രക്ഷിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്? പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരുവനെ എന്നേക്കുമായിട്ട് അത് വിടുവിക്കുന്നു. രക്ഷ എന്ന് പറഞ്ഞാൽ വിടുതൽ, ഡെലിവറൻസ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുന്നതുകൊണ്ട്, അങ്ങനെ വിടുവിച്ച് നിത്യജീവൻ ഓഹരിക്കാരനാക്കുന്നതുകൊണ്ടാണ് ഇതിനെ രക്ഷിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ശരി, ഇനി അടുത്ത തലക്കെട്ട് ഇത് അല്പം കൂടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ രക്ഷിക്കുന്ന വിശ്വാസത്തിൽ അടങ്ങിയിരിക്കുന്ന 3 ഘടകങ്ങൾ ഇവിടെ പറയുന്നു. എലിമെൻറ്റ്സ് ഓഫ് സേവിങ് ഫെയ്ത്ത്, രക്ഷിക്കുന്ന വിശ്വാസത്തിലെ ഘടകങ്ങൾ. എല്ലാത്തിൻ്റെയും മലയാളം ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ പറയുന്നുണ്ട്, വേണമെങ്കിൽ അത് എഴുതിയെടുക്കാം. രക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ ഘടകങ്ങൾ.
രക്ഷിക്കുന്ന വിശ്വാസം, ഒരു വാചകം മുഖവുര പോലെ എഴുതിയിട്ടുണ്ട്. രക്ഷിക്കുന്ന വിശ്വാസം സ്വാഭാവിക വിശ്വാസമോ അന്ധവിശ്വാസമോ അല്ല. എൻ്റെ എല്ലാ പഠനത്തിലും ഞാൻ ഇത് രണ്ട് സൈഡും പറയാറുണ്ട്. എന്തല്ല, എന്താണ്, ഇത് രണ്ടും നാം തിരിച്ചറിയണം. എന്താണ് ഈ സ്വാഭാവിക വിശ്വാസം എന്ന് പറയുന്നത്? ഒരർത്ഥത്തിൽ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും വിശ്വാസികളാണ്. ഒരർത്ഥത്തിൽ, ഇൻ വൺ സെൻസ് ഓൾ ദ ഹ്യൂമൻ ബീയിങ്സ് ആർ ബിലീവേഴ്സ്. ഏത് സെൻസിൽ? നമുക്കറിയാം, അനുദിന ജീവിതത്തിൽ നാം ജീവിക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അല്പം വിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലേ സാധ്യമാകുകയുള്ളൂ. ഉദാഹരണം പറയാൻ ധാരാളമുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും ഈ കസേരയിലിരിക്കുകയാണ്. ഈ കസേരയിലിരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും ഈ കസേര ഒന്ന് ചെക്ക് ചെയ്തോ? ഇതിൻ്റെ കാലൊക്കെ ബലമാണോ? നിങ്ങളുടെ ഭാരിച്ച ഭാരം താങ്ങാനുള്ള ശക്തിയൊക്കെ ഈ കസേരയ്ക്കുണ്ടോ? ഇതൊന്നും നോക്കിയില്ല, വന്നപ്പോഴങ്ങ് ഇരുന്നു. ഒരു വിശ്വാസത്തിൽ അങ്ങ് ഇരിക്കുകയാണല്ലേ. ഏതായാലും ഈ മീറ്റിംഗ് തീരുന്നവരെ യാതൊന്നും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പുണ്ട്. ആ ഒരു ധൈര്യത്തിൽ അങ്ങ് ഇരിക്കുകയാണ്. പലരും ഫാനിൻ്റെ കീഴിലൊക്കെയാണ് ഇരിക്കുന്നത്. ഫാൻ കറങ്ങുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. ഈ ഫാനിൻ്റെ ലീഫ് വല്ലോ ഈ കറങ്ങുന്ന സമയത്ത് ഒരു താഴെ പോയി നമ്മുടെ തലയിൽ വീഴുമോ? അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇരിക്കാൻ പറ്റുകയില്ല. ഞാൻ പേടിപ്പിക്കാൻ പറയുകയില്ല. അപ്പോൾ ഫാനിൻ്റെ കീഴിലിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഡ്രൈവറെ വിശ്വസിച്ചാണ് യാത്ര ചെയ്യുന്നതല്ലേ. ഇതൊക്കെയാണ് സ്വാഭാവിക വിശ്വാസം. ഇതെല്ലാ മനുഷ്യർക്കുമുണ്ട്. ഞാൻ ഒന്നിലും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. ഏറ്റവും കുറഞ്ഞ ഒരു കാര്യമെങ്കിലും അവൻ വിശ്വസിക്കുന്നുണ്ട്. എന്താണ്? അവനൊന്നിലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അവൻ്റെ വിശ്വാസം. അപ്പോൾ ഈ സ്വാഭാവിക വിശ്വാസം എല്ലാവർക്കുമുണ്ട്. രണ്ട്, അന്ധവിശ്വാസം എന്താണ്? ചിലപ്പോഴൊക്കെ മുമ്പൊക്കെ, ഇപ്പോൾ അധികം പറയുന്നില്ല, മുമ്പൊക്കെ ആളുകൾ പറയും, നാം ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പൂച്ച കുറുകെ ചാടിയാൽ ആ യാത്ര ശുഭമാകുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് വിശ്വസിക്കുന്ന, നമ്മളാരും വിശ്വസിക്കുന്നില്ല, അത് വിശ്വസിക്കുന്ന ഒരു കുട്ടി 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതാൻ പോകുമ്പോഴാണ് ഒരു പൂച്ച കുറുകെ ചാടുന്നത്. അയ്യോ, പൂച്ച കുറുകെ ചാടി, ഇനി പോയി പരീക്ഷയായിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മടങ്ങിപ്പോകുമോ? പൂച്ചയല്ല, പുലി കുറുകെ ചാടിയാൽ അന്ന് പോയി പരീക്ഷ എഴുതും. അപ്പോൾ ഈ അന്ധവിശ്വാസമൊക്കെ മാറ്റിവെക്കും. അപ്പോൾ ഇതിലൊന്നും ഒരു ലോജിക്കൊന്നുമില്ല. ആളുകളിങ്ങനെ പറഞ്ഞ് കൈമാറി വന്ന ചില പ്രമാണങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്രിസ്തീയ വിശ്വാസം കേവലം ഒരു സ്വാഭാവിക വിശ്വാസമോ അന്ധവിശ്വാസമോ അല്ല. പിന്നെ എന്താണ് ക്രിസ്തീയ വിശ്വാസം? അതിലടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളുണ്ട്. ചുരുക്കമായിട്ട് പറഞ്ഞു പോകാം. ഒന്ന്, നോളജ്, അറിവ്. ഇത് വസ്തുതകളിൽ അടിസ്ഥാനപ്പെട്ടതാണ്, അറിവിൽ അധിഷ്ഠിതമാണ്. ഞാൻ പറഞ്ഞ ക്രിസ്തീയ വിശ്വാസം അന്ധവിശ്വാസമല്ല, അതിൻ്റെ വിപരീതമാണ്. ഇത് അറിവിൽ അധിഷ്ഠിതപ്പെട്ടതാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓബ്ജക്റ്റീവ് ഡേറ്റ. വ്യക്തമായ വസ്തുതകളിൽ അടിസ്ഥാനപ്പെട്ടതാണ്. എന്താണ് യേശു ക്രിസ്തുവിൽ രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസം അർപ്പിക്കുന്ന ഒരു പാപി അറിയേണ്ടത്? ഇവിടെ എൻ്റെ വിശദാംശങ്ങൾ തന്നിട്ടില്ല, വേണമെങ്കിൽ ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, വേണമെങ്കിൽ കുറിക്കുക. എന്താണ് അവൻ അറിയേണ്ടത്? ആദ്യം ഒരു വ്യക്തി അറിയണം അവനൊരു പാപിയാണ്. അതവൻ അറിയണം. ഒരു വ്യക്തി താൻ പാപിയാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ രക്ഷകനെ അന്വേഷിക്കുകയുള്ളൂ. തീർന്നില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, നിത്യമരണമാണ്. അതവൻ അറിയണം. പാപത്തിന് ശിക്ഷയുണ്ട്, നിത്യമായ ശിക്ഷയുണ്ടെന്ന് അവൻ അറിയണം. അവിടെയും തീർന്നില്ല. അവനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു രക്ഷകനുണ്ട്. ആ ഏകരക്ഷകൻ യേശു ക്രിസ്തുവാണെന്നും അവൻ അറിയണം. അത്രയും പോരാ. ആ രക്ഷകൻ എന്താണ് ചെയ്തത്? 2000 വർഷങ്ങൾക്ക് മുമ്പേ ആ രക്ഷകൻ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ചു, മനുഷ്യനായി കടന്നു വന്നു. മുഴുവൻ മാനവരാശിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ഗോൽഗോഥായിലെ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ഒരു പാപി അറിഞ്ഞിരിക്കണം. ക്രിസ്തീയ വിശ്വാസം അറിവിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സുവിശേഷ യോഗങ്ങളിലൊക്കെ ദിവസങ്ങൾ നമ്മൾ മൈക്ക് വെച്ച് മണിക്കൂറുകൾ ഈ സുവിശേഷ പ്രസംഗം നടത്തുന്നത്. ഈ സത്യങ്ങളൊക്കെ പ്രസംഗിച്ച് ആളുകൾക്ക് ബോധ്യം വന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ശരിയായ നിലയിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇത് അറിവിൽ അധിഷ്ഠിതമാണ്. വേദപുസ്തകത്തിൽ പാപിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങൾ ആ വ്യക്തി അറിയണം. 2, അക്സെപ്റ്റൻസ്. വേണമെങ്കിൽ പേഴ്സണൽ അക്സെപ്റ്റൻസ് വേണമെങ്കിൽ പറയാം. വ്യക്തിപരമായ അംഗീകാരം. ഈ അറിവ് എന്ന് പറയുമ്പോൾ അത് എന്തെല്ലാം ഉണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ അറിവിൽ നാം പ്രധാനമായും മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനാണ്.
എല്ലാ മനുഷ്യരും പാപികളാണ്. ഇതൊക്കെയാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ ലെവലിൽ വരുമ്പോൾ പേഴ്സണൽ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതേ കാര്യം വ്യക്തിപരമായി ഏറ്റെടുക്കണം. എല്ലാ മനുഷ്യരും പാപികളാണ്, അത് സമ്മതിക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. എന്നാൽ വ്യക്തിപരമാകുമ്പോൾ ആ വ്യക്തി എന്ത് പറയണം? ഞാൻ ഒരു പാപിയാണ്. അത് പറയാനാണ് പലപ്പോഴും ബുദ്ധിമുട്ട്. ഞാനൊരു പാപിയാണ്. യേശുക്രിസ്തു ലോകരക്ഷകനാണ്. അത് അവിശ്വാസികളും പറയും, അക്രൈസ്തവരും പറയും യേശുക്രിസ്തു ആണ് ലോകരക്ഷകൻ. യേശു എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ രക്ഷിതാവെന്നാണല്ലോ. എന്നാൽ മറിച്ച് ഒരു വ്യക്തി പേഴ്സണലായിട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത്? യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണ്, യേശുക്രിസ്തു എൻ്റെ രക്ഷിതാവാണ്, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടി. ഇതെല്ലാം വ്യക്തിപരമായി ഏറ്റെടുക്കണം. നമുക്കറിയാം ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തിപരമാണല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തിപരമാണ്. ഉദാഹരണത്തിന് ഒരു ആൾ രോഗിയായി തീർന്നു എന്ന് സങ്കല്പിക്കുക. ഡോക്ടറെ കാണുന്നു, ഡോക്ടർ മരുന്ന് കുറിച്ച് കൊടുക്കുന്നു. ഈ രോഗിയുടെ രോഗം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ആ രോഗി തന്നെ ഡോക്ടർ പറയുന്നത് പോലെ മരുന്ന് 3 നേരമോ 4 നേരമോ കഴിക്കണം അല്ലേ. വേറൊരാൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് വിശന്നാലോ, നമ്മുടെ വിശപ്പ് മാറണമെങ്കിൽ നാം തന്നെ ആഹാരം കഴിക്കണം. എന്നാൽ ഇവിടുത്തെ മറ്റ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ന് ഈ വിഷയം എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. ഇപ്പോൾ ഞാൻ ഫ്രീ അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രസംഗകർ ധാരാളം പേരുണ്ട്, എന്നേക്കാൾ നല്ലപോലെ എടുക്കുന്നവരുണ്ട്, അവരൊന്നും എടുക്കും. അപ്പോൾ ഒരു പ്രസംഗനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വിശപ്പ് മാറാൻ വേണ്ടി നാം തന്നെ ആഹാരം കഴിക്കണം, അതിനുവേണ്ടി വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റുകയില്ല. രോഗിയുടെ രോഗം മാറണമെങ്കിൽ രോഗി തന്നെ മരുന്ന് കഴിക്കണം, അതിന് സബ്സ്റ്റിറ്റ്യൂട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ ആ വ്യക്തി തന്നെ ആ വിശ്വാസം യേശു ക്രിസ്തുവിൽ അർപ്പിക്കണം. അതാണ് പേഴ്സണൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പദം ട്രസ്റ്റിംഗ്, ആശ്രയം. അപ്പോൾ അറിവുണ്ട്, വ്യക്തിപരമായി അത് അംഗീകരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആശ്രയമാണ്, അല്ലെങ്കിൽ സമർപ്പണമാണ്. എന്താണ് ആശ്രയം എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, ട്രസ്റ്റിംഗ് ഈസ് ആക്ടിങ് ഓൺ വാട്ട് ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ ബുദ്ധിപരമായി ഞാൻ വിശ്വസിക്കുന്ന, അറിയുന്ന, അംഗീകരിക്കുന്ന കാര്യങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ആശ്രയം. ആദ്യം പറഞ്ഞതൊക്കെ കേവലം ബുദ്ധിപരമായ കാര്യങ്ങളാണ്. അറിവ് ബുദ്ധിപരമാണ്, അത് അംഗീകരിക്കുന്നു, അത് മാനസികമായിട്ട് മനസ്സിൽ ചെയ്യുന്നൊരു കാര്യമാണ്. ആശ്രയം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോവുകയാണ്. ആശ്രയം മനസ്സിലാക്കാൻ വേണ്ടി സ്ഥിരം പറയുന്ന ഒരു ഉദാഹരണം തന്നെ ഞാൻ അത് ആവർത്തിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള ഉദാഹരണം തന്നെയാണ്, അത് ഞാനും പറയാറുണ്ട്, പലരും പറയാറുണ്ട്. എന്താണ് ഈ ആശ്രയം? ഇതൊരു ചരിത്ര സംഭവമാണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയൊരു കായിക അഭ്യാസിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ചാൾസ് ബ്ലോണ്ട്. അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഫ്രഞ്ചുകാരനാണ്. പിന്നെ അദ്ദേഹം അമേരിക്കയിലൊക്കെ വന്നു. ഇദ്ദേഹം പ്രസിദ്ധനാകാൻ കാരണം, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായൊരു വെള്ളച്ചാട്ടമാണ് നയാഗ്ര വെള്ളച്ചാട്ടം, നയാഗ്ര വാട്ടർഫോൾസ്. ഒരു കാലത്ത് അതായിരുന്നു ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ഥിരം ചോദ്യമായിരുന്നു ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് നയാഗ്ര. പക്ഷേ പിന്നെ ഇപ്പോൾ അതിനേക്കാൾ വലിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് പോട്ടെ. ഈ നയാഗ്ര എന്ന് പറയുന്നത് ഒരു നദിയാണ്. അത് ഏതാണ്ട് അമേരിക്കയുടെയും കാനഡയുടെയും കൂടെ ഏതാണ്ട് അതിർത്തിയിൽ വരും. ഈ നദി ഇങ്ങനെ ഒഴുകി അവസാനം ഇത് വീതി കുറഞ്ഞു വന്ന് പിന്നെ ഈ വെള്ളം എല്ലാം കൂടെ വലിയൊരു ഗർത്തത്തിലേക്ക് വീഴുകയാണ്. അപ്പോൾ ഈ വെള്ളച്ചാട്ടം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അല്പം വീതി കുറഞ്ഞൊരു ഭാഗമുണ്ട്, ഏതാണ്ട് 100-150 അടിയേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭ്യാസം എന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സർക്കസിലൊക്കെ ഈ 2 തൂണുകളെ ബന്ധിപ്പിക്കുന്ന കമ്പി കെട്ടിയിട്ട് അതിൽ കൂടെ നടക്കുന്ന കായിക അഭ്യാസികളുണ്ട്. അവർ വലിയ അക്രോബാറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അവർ വലിയ കായികാഭ്യാസികളാണ്. ഇദ്ദേഹം ഇങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒടുവിൽ ഈ നയാഗ്ര നദിയുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുമ്പ് നയാഗ്ര നദിയുടെ വീതി കുറഞ്ഞ ഭാഗത്ത് ആ രണ്ട് കരകളിൽ 2 തൂണുകൾ നാട്ടി അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു ഇരുമ്പ് കമ്പി കെട്ടിയിട്ട് ഇദ്ദേഹം നടന്ന് കാണിച്ചത് വലിയൊരു സംഭവമാണ്. 1859 താൻ ചെയ്തത്. അതിനുശേഷം പലപ്പോഴും താൻ വന്ന് വൈകുന്നേരം ഇതിന് കമ്പിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് വളരെ സാഹസികമായ കാര്യമാണ്. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ ഇദ്ദേഹം ചെയ്തു. എന്താണ് ഇതിൻ്റെ സാഹസികത എന്ന് ചോദിച്ചാൽ, അബദ്ധത്തിൽ കാൽ വഴുതി വെള്ളത്തിൽ വീണു സങ്കല്പിക്കുക, എന്ത് സംഭവിക്കും? വളരെ ശക്തമായിട്ട് കുത്തൊഴുക്കാണ് അവിടെ വീഴുന്ന ഒരാൾ ഒഴുകി പിന്നെ വെള്ളച്ചാട്ടത്തിൽ പോകുകയാണെങ്കിൽ പിന്നെ പൊടി പോലും കിട്ടുകയില്ല. വളരെ അപകടമാണ്. എന്നാൽ ഇദ്ദേഹം അത് ചെയ്തു. അത്ര വലിയ അഭ്യാസി ആയതുകൊണ്ട് തനിക്കത് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഈ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ടൂറിസ്റ്റുകൾ എല്ലാ ദിവസവും വരും.
ഇദ്ദേഹവും പലപ്പോഴും വരും. വന്നിട്ട് വൈകിട്ട് എന്ത് ചെയ്യും? ഇദ്ദേഹം ഈ കമ്പിയിൽ കൂടി ഇങ്ങനെ നടന്ന് കാണിക്കും. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഈ വെള്ളച്ചാട്ടം കാണുന്നതിനേക്കാൾ അത്ഭുതം ഈ ചാൾസ് ബ്ലോണ്ടിൻ്റെ അഭ്യാസം കാണുന്നതാണ്. ഒരു ദിവസം പതിവ് പോലെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പുതിയ കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, താങ്കൾ എന്താണാവോ ചെയ്യാൻ പോകുന്നത്? അത് കേട്ടിട്ടില്ല, വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും ഞാൻ ഒറ്റയ്ക്കാണ് ഈ കമ്പിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. ഇന്ന് ഒരു യുവാവിനെ ഞാനെടുത്തെൻ്റെ തോളിൽ വെച്ചുകൊണ്ട് ഈ കമ്പിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോവുകയാണ്. എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു. ഇത് കേൾക്കാത്ത താമസം അവിടെ നിന്ന് എല്ലാവരും കൈയടിച്ച് ആവേശത്തോടെ പറഞ്ഞു, അല്ലയോ ചാൾസ് ബ്ലോണ്ടിൻ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, താങ്കൾക്കത് കഴിയും. പുള്ളി വലിയ ആവേശവും കൈയടിയൊക്കെ കഴിഞ്ഞപ്പോൾ താൻ എല്ലാവരെയും ശ്രദ്ധിച്ച് നോക്കി. ആ മുൻനിരയിലിരുന്ന് ആവേശത്തോടെ കൈയടിച്ച് ചെറുപ്പക്കാരനെ വിളിച്ച് അദ്ദേഹത്തെ വിളിച്ച് ഇങ്ങോട്ട് വരണം, ഇന്ന് താങ്കളെയാണ് എൻ്റെ തോളിൽ വെച്ചുകൊണ്ട് ഈ കമ്പിയിൽ കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇതെല്ലാം അവന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ആ മുൻനിരയിലേറ്റ് പിന്നിലോട്ട് ഓടിപ്പോയി. അവിടെ നിന്ന് ആവേശത്തോടെ കൈയടിച്ച് പലരെയും വിളിച്ച് ആരും മുന്നോട്ട് വന്നില്ല. ഇനി എൻ്റെ ചോദ്യം, ഇവരെല്ലാം ഏകവായാൽ പറഞ്ഞു, അല്ലയോ ചാൾസ് ബ്ലോണ്ടിൻ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അവരാരും മുന്നോട്ട് വരാതിരുന്നത്? അവർ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ അറിവുണ്ടായിരുന്നു, ഒരു അംഗീകാരം ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ ആശ്രയമില്ലായിരുന്നു, ട്രസ്റ്റിംഗ് ഇല്ലായിരുന്നു. അവിടെ ഇരുന്ന് ആരെങ്കിലും ഒരാൾ വാസ്തവത്തിൽ ഈ ചാൾസ് ബ്ലോണ്ടിൽ ആശ്രയിച്ചിരുന്നു എങ്കിൽ ആ വ്യക്തി ധൈര്യമായി മുന്നോട്ട് കടന്നു വന്ന് ചാൾസ് ബ്ലോണ്ടിനോട് പറയുമായിരുന്നു, അല്ലയോ ചാൾസ് ബ്ലോണ്ടിൻ, ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, താങ്കൾ എന്നെ എടുത്തുകൊണ്ട് പോവുക, താങ്കൾ സുരക്ഷിതരായി മടങ്ങി വന്നാൽ ഞാനും മടങ്ങി വരും, താങ്കൾ താഴെ വീണാൽ ഞാനും വീഴും, എനിക്കത് വിഷയമല്ല, ഐ ട്രസ്റ്റ് ഇൻ യു. അങ്ങനെ പറഞ്ഞാൽ ഇതാണ് ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ ആശ്രയത്തിലൊരു സമർപ്പണമുണ്ട്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ നാം രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മുടെ വിശ്വാസത്തിൽ ഈ ഒരു സമർപ്പണം ഉണ്ടോ? കർത്താവിന് വേണ്ടി നമ്മെ തന്നെ അങ്ങ് സമർപ്പിക്കുക, വിട്ടുകൊടുക്കുക, അതാണ് ആശ്രയം എന്ന് പറയുന്നത്. ഇതാണ് പുതിയ നിയമം പ്രതീക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസം എന്ന് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് രക്ഷയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമാണ്. രണ്ടാമത്തെ ഭാഗത്തെ പെട്ടെന്ന് വരട്ടെ. ഉറപ്പില്ലായ്മയുടെ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഓഫ് ലാക്ക് ഓഫ് അഷുറൻസ്. ശരി, ഇതാണ് രണ്ടാം ഭാഗത്ത് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് രക്ഷ, നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട പലർക്കും ഈ വിഷയത്തിൽ അത്ര നിശ്ചയമില്ല, ഉറപ്പില്ല. അത് തന്നെ 3 കൂട്ടരുണ്ട്, ഞാൻ 3ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തേത്, രക്ഷിക്കപ്പെടാതെ ചിലർ രക്ഷിക്കപ്പെട്ടതാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നു. ഇത് വളരെ അപകടം പിടിച്ച ഒരു സ്ഥിതിയാണ്. അവർ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതല്ല, പക്ഷേ രക്ഷിക്കപ്പെട്ടതാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ അങ്ങ് ജീവിച്ചു പോരുകയാണ്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ് മത്തായി 7:21 മുതൽ 23 വരെ നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്നിട്ട് അന്നാളിൽ പലരും എന്നോട് പറയും, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വെട്ടിച്ചുരുക്കുകയാണ്. എന്നാൽ ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ തീർച്ചയായും അവരോട് പറയും. അപ്പോൾ കർത്താവുമായിട്ട് ഒരു ബന്ധമില്ലാതെ പല ആത്മീക ശുശ്രൂഷകൾ ചെയ്ത് വിശ്വാസത്തിലാണ് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ടാകും എന്ന് കർത്താവ് അന്നേ പറഞ്ഞു. ഞാനധികം വിശദീകരിക്കുന്നില്ല. ദൈവകൃപയാൽ നമ്മുടെ ഇടയിൽ അങ്ങനെ ആരും ഇല്ലെന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂട്ടർ നമ്മുടെ ഇടയിൽ ഒരു പക്ഷേ കാണും. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? രക്ഷിക്കപ്പെട്ട ചിലർക്ക് അവർ രക്ഷിക്കപ്പെട്ടതായി തോന്നുന്നില്ല. ഇംഗ്ലീഷിൽ നോക്കിയാൽ ആദ്യത്തെ സെൻറ്റൻസിൽ സം ഹു ആർ നോട്ട് സേവ്ഡ് തിങ്ക് ദാറ്റ് ദേ ആർ സേവ്ഡ്. അവരങ്ങനെ ചിന്തിക്കുന്നു, തെറ്റിദ്ധരിക്കുന്നു. രണ്ടാമത്തേത് സം ഹു ആർ സേവ്ഡ് ഫീൽ ദാറ്റ് ദേ ആർ നോട്ട് സേവ്ഡ്. രണ്ടാമത്തെ കൂട്ടരുടെ പ്രശ്നം എന്താണ്? അവർക്കങ്ങനെ തോന്നുന്നില്ല, രക്ഷിക്കപ്പെട്ടതായിട്ട് തോന്നുന്നില്ല. ഈ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന പലരും അവരുടെ രക്ഷിക്കപ്പെട്ട നാളുകളിൽ ആദ്യകാലത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ആദ്യം കൈയുയർത്താം. നമ്മൾ രക്ഷിക്കപ്പെട്ടു, കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പാപമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ അതോ വെറുതെ ഞാനങ്ങ് സാക്ഷ്യം പറഞ്ഞതാണോ, ഇങ്ങനെ സംശയം വരും. പിന്നെന്ത് ചെയ്യും? അടുത്ത ആണ്ടൃതയോഗത്തിന് പിന്നെയും ചെന്ന് സാക്ഷ്യം പറയും. ഇങ്ങനെ പല പ്രാവശ്യം രക്ഷിക്കപ്പെട്ട ആളുകളൊക്കെ കാണും ഇവിടെ. ഞാൻ ആരോടും കൈയുയർത്താൻ പറയുന്നില്ല. പലപ്പോഴും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാനും കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യകാലത്ത് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട്. അതാണ് ഇത് പ്രശ്നം. രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് ഉറപ്പില്ല.
നമ്മളങ്ങനെ തെറ്റായിട്ട് പല പ്രാവശ്യം കൈ ഉയർത്തിയാലും പല പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞാലും നാം യഥാർത്ഥമായി എന്ന് രക്ഷിക്കപ്പെട്ടു അതാണ് സ്വർഗത്തിലെ അക്കൗണ്ടിൽ കണക്കിടുന്നത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ സംശയമുള്ള പലരുമുണ്ട്. അവർക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഈ ക്ലാസ് എടുക്കുന്നത്. മൂന്നാമത്തെ, ചിലർക്ക് അവർ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്നറിയില്ല, രണ്ടും അറിയുകയില്ല. ചിലർക്ക് രക്ഷിക്കപ്പെട്ടതാണെന്ന് ചിലപ്പോൾ തോന്നും, ചിലപ്പോൾ തോന്നുകയില്ല. അതാണ് അവരുടെ പ്രശ്നം. എന്നാൽ മൂന്നാമത്തെ കൂട്ടർക്ക് ഒരു പിടിയുമില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ സഭകളിലുള്ളവരല്ല, ചിലരോടൊക്കെ ചോദിച്ചാൽ പറയത്തില്ലേ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അയ്യോ സഹോദരൻ, അത് ഇപ്പോൾ പറയാൻ കഴിയും, അവിടെ ചെല്ലുമ്പോൾ അറിയാം ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്നല്ലേ. ഇപ്പോൾ അത് പറയാൻ കഴിയുമോ? അപ്പോൾ അവർക്ക് ഒരു പിടിയുമില്ല, രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു നിശ്ചയമില്ലാത്ത കൂട്ടരുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും നിങ്ങൾ കല്യാണം കഴിച്ചാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? യെസ് ഓർ നോ അല്ലേ. അല്ലാതെ അതൊക്കെ ഇപ്പോൾ പറയാൻ പറ്റുമോ എന്ന് ആരും പറയുകയില്ലല്ലേ. അല്ലെ, ആഹാരം കഴിച്ചതാണോ? യെസ് ഓർ നോ അല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് രക്ഷ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് കൃത്യമായ വ്യക്തമായ ഒരു അനുഭവമാണ്, സംഭവമാണ്. അതിനെക്കുറിച്ച് അത് അറിയാൻ പറ്റുകയില്ല എന്ന് പറയാൻ വേദപുസ്തകം അനുവദിക്കുന്നില്ല. അതിനെക്കുറിച്ചൊരു ഉറപ്പ് വേണം. ശരി, എന്താണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് വാട്ട് ഈസ് അഷുറൻസ് ഓഫ് സാൽവേഷൻ? എന്താണ് ഈ രക്ഷാ നിർണയം എന്ന് പറയുന്നത്? മലയാളത്തിലെ മാത്രം ഞാൻ വായിക്കുന്നു. ഞാൻ ദൈവപൈതലാണ്, ഇന്ന് മരിച്ചാൽ ഞാൻ കർത്താവിനോടുകൂടെ പർദീസയിലായിരിക്കും എന്ന ബോധ്യമാണ് രക്ഷാനിർണയം. ഞാനൊരു ദൈവപൈതലാണെന്നും ഇന്ന് ഞാൻ മരിച്ചാൽ കർത്താവിനോട് പർദീസയിലായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ്, അതിനെയാണ് വാസ്തവത്തിൽ രക്ഷയുടെ ഉറപ്പ്, രക്ഷാനിർണയം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ കൊടുക്കുമ്പോൾ അഷുറൻസ് ഓഫ് സാൽവേഷൻ ഇസ് ദ കോൺഫിഡൻസ് that I am a child of God and if I died today, അത് ഗ്രാമർ മിസ്റ്റേക്ക് അല്ല, പാസ്റ്റ് ടെൻസിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായി കാണുള്ളൂ. ഇറ്റ്സ് എ പ്രോബബിൾ കണ്ടീഷൻ. ആരും എപ്പോൾ വേണമെങ്കിലും മരിക്കാം, പക്ഷേ ഇന്ന് മരിക്കുമെന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ലല്ലേ. അതുകൊണ്ടാണ് ഐ ഡൈഡ് ടുഡേ, അതൊരു പ്രോബബിൾ കണ്ടീഷനാണ് ഇംഗ്ലീഷിലേത്. ഐ വുഡ് ബി വിത്ത് ദ ലോർഡ് ഇൻ ദ പാരഡൈസ്. ഓക്കെ, ഇപ്പം മലയാളം നോക്കിയാൽ മതി. ഞാൻ ദൈവപൈതലാണെന്നും ഇന്ന് മരിച്ചാൽ ഞാൻ കർത്താവിനോടുകൂടെ പർദീസയിലായിരിക്കുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അതുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അതിന്ന് ഉണ്ടാകണം. രക്ഷയെക്കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല. ശരി, അടുത്ത പേജിലേക്ക് പോവാം. അവസാനത്തെ പേജ്. എങ്ങനെയാണ് ഈ ബോധ്യം കിട്ടുന്നത്? അതിനുവേണ്ടി ചില കാര്യങ്ങൾ നാം സ്വയം ചെയ്യണം. എങ്ങനെയാണ്? ഒന്നാമത്തേത്, വേദപുസ്തകം രക്ഷയ്ക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥ പാലിച്ചിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ആ വ്യവസ്ഥ പാലിച്ചിട്ടുണ്ടോ എന്ന് നാം തന്നെ സ്വയം പരിശോധിക്കണം. എന്താണ് വ്യവസ്ഥ? അത് ഇംഗ്ലീഷിൽ അത് കൊടുത്തിട്ടുണ്ട്. റോമർ 10:9, യോഹന്നാൻ 1:12. റോമർ 10:9 അല്പം വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ ഒരു പക്ഷേ ട്രിനിറ്റിയുടെ ക്ലാസ് എടുക്കുമ്പോൾ അത് പറയും. റോമർ 10:9 എന്താണ്? കാണാതെ അറിയാമല്ലോ, പറഞ്ഞ് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് വ്യവസ്ഥ? രക്ഷിക്കപ്പെടാനുള്ള വ്യവസ്ഥ എന്താണ്? വിശ്വസിക്കുന്നതാണോ വാഗുകൊണ്ട് ഏറ്റു പറയുന്നതാണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത വാക്യത്തിൽ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. എന്താണ്? നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. അപ്പോൾ ആദ്യം വിശ്വാസം ഹൃദയത്തിൽ വരണം, പിന്നെയാണ് വാഗുകൊണ്ട് ഏറ്റുപറയുന്നത്. ശരി, എന്താണ് വിശ്വസിക്കുക ഏറ്റുപറയുകയും ചെയ്യുന്നത്? ആ വാക്ക് ശ്രദ്ധിക്കണം. യേശുവിനെ, യേശു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? രക്ഷിതാവ്. കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയണം. വായ്കൊണ്ട് ഏറ്റുപറയണമെങ്കിൽ കർത്താവെന്ന് ഹൃദയം കൊണ്ട് ആദ്യം വിശ്വസിക്കണം. എന്താണ് ഈ കർത്താവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? സാധാരണ നമ്മൾ പറയുന്ന ഒരു അർത്ഥമുണ്ടല്ലോ, കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ, ഭരിക്കുന്നവൻ, രാജാവ്. എന്നാൽ ഓർക്കണം, അത് ഒരു അർത്ഥം മാത്രമാണ്. വേദപുസ്തകത്തിൻ്റെ കാഴ്ചപ്പാട്, പ്രത്യേകിച്ചും പൗലോസ് യഹൂദനായിരുന്നു, യഹൂദ പശ്ചാത്തലത്തിലാണ് ബൈബിൾ എഴുതിയിട്ടുള്ളത്. യഹൂദ ചിന്താഗതിയിൽ ഈ കർത്താവ് എന്നുള്ളത്, പഴയ നിയമത്തിലെ അഡോണായി, അത് ദൈവത്തിൻ്റെ പേരാണ്. ദൈവത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ, ഒന്ന് യാഹ്വേ, യഹോവ, മറ്റേത് കർത്താവ്. ഇവിടെ ഈ കർത്താവ് എന്ന് പറയുന്നത് യഹോവയെക്കുറിച്ച് തന്നെയാണെന്ന് അതിൻ്റെ 13-ാം വാക്യം വായിച്ചാൽ മനസ്സിലാകും അല്ലേ. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അത് യഹോവേൽപ്പനത്തിൽ നോക്കിയാൽ യഹോവയുടെ നാമം എന്നാണ്. വാസ്തവത്തിൽ പൗലോസ് ഉദ്ദേശിച്ചത്, നാം വാസ്തവത്തിൽ സാധാരണ പറയുന്നത് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചത് വളരെ കറക്റ്റായിട്ടുള്ള യൂസേജാണ്. പക്ഷേ അർത്ഥം മനസ്സിലാക്കണം. ഈ കർത്താവായി സ്വീകരിക്കുമ്പോൾ എന്താണ് നാം ചെയ്യുന്നത്?
കേവലം യജമാനനായിട്ട് സ്വീകരിക്കുകയല്ല, അതിലുപരി യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കുകയാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ആ കൊച്ചു വാക്യത്തിൽ വരുന്നുണ്ട്. രക്ഷിതാവായിട്ട് അംഗീകരിക്കുന്നു, ദൈവമായിട്ട് അംഗീകരിക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ യജമാനനായിട്ട്, കർത്താവായിട്ട്, രാജാവായിട്ട് അംഗീകരിക്കുന്നു. ഈ ആശയങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. അപ്പോൾ നാം വാസ്തവത്തിൽ സുവിശേഷം പറയുമ്പോൾ ഇതൊക്കെ തെളിച്ച് പറയേണ്ടത് ആവശ്യമാണ്. ദുഃഖകരം എന്ന് പറയുന്നത് പല സുവിശേഷ പ്രസംഗങ്ങളിലും, നമ്മുടെ പ്രസംഗങ്ങൾ ഉൾപ്പെടെ, ഇതൊന്നും ആരും തെളിച്ച് പറയുന്നില്ല. പ്രസംഗത്തിൻ്റെ അവസാനം വരുമ്പോൾ യേശുവിൽ വിശ്വസിക്കുക, എഴുന്നേൽക്കുക, അത്രേ പറയുന്നുള്ളൂ. എന്താണ് വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, ഇതൊന്നും പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളിൽ ശരിയായിട്ട് പറയുന്നില്ല. ഇതൊക്കെ അറിയാവുന്നവർ പോലും പറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇതൊക്കെ തെളിച്ച് പറയണം. എന്താണ് വിശ്വസിക്കേണ്ടത്? കേവലം രക്ഷിതാവായിട്ട് മാത്രമല്ല, യേശുക്രിസ്തു നമ്മുടെ ദൈവമാണ്, കർത്താവാണ്, രാജാവാണ്. ഇതെല്ലാം ഒരു വ്യക്തി അറിയണം, അംഗീകരിക്കണം. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായി തീരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവൻ നമ്മുടെ ബോസായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ആ യജമാനൻ്റെ ഇഷ്ടം മനസ്സിലാക്കി നാം ചെയ്യണം. അതാണ് കർത്താവ് എന്നുള്ള വാക്കിൻ്റെ പ്രസക്തി. താൻ ദൈവമാണ്, അതിലുപരി താൻ കർത്താവുമാണ്. അപ്പോൾ അതെല്ലാം ഈ റോമർ 10:9 വരുന്നുണ്ട്. യോഹന്നാൻ 12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. കൈക്കൊള്ളുക, വിശ്വസിക്കുക. റിസീവ് ചെയ്യുക, വിശ്വസിക്കുക. രണ്ടും പര്യായ പദങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. യേശുവിനെ നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ കർത്താവും ദൈവവും രക്ഷിതാവുമായി അംഗീകരിക്കുക. ഈ വ്യവസ്ഥ പാലിച്ചിട്ടുണ്ട്. അത് നാം ചിന്തിക്കണം. നമുക്ക് ചെയ്തവരാണ്. ഒരു പക്ഷേ ആ രക്ഷിക്കപ്പെട്ട ദിവസവും സമയവും കൃത്യമായി ഓർക്കുവാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരികയില്ല. അതൊക്കെ വളരെ കൃത്യമായി പറയുന്നവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് എല്ലാവർക്കും ചിലപ്പോൾ അത് ഓർമ്മ കാണുകയില്ല. ചിലരൊക്കെ അന്ന് ബൈബിൾ എഴുതിയിട്ടു, പിന്നെ ബൈബിൾ മാറിയപ്പോൾ ഈ ഡേറ്റ് എല്ലാം മറന്നുപോയി അല്ലേ. പ്രസിദ്ധരായ പല പ്രസംഗർക്ക് പോലും ഇത് കൃത്യമായി പറയാൻ അറിയില്ല. പക്ഷേ ആ ഒരു സംഭവം ഓർമ്മയുണ്ട്. അതാണ് വിഷയം. ആ ഒരു പക്ഷേ രാത്രിയിലൊരു പ്രസംഗം കേട്ടതായിരിക്കാം, അല്ലെ VBSൽ ചെന്നപ്പോൾ സൺഡേ സ്കൂൾ ടീച്ചർ സുവിശേഷം പറഞ്ഞപ്പോൾ ആയിരിക്കാം. ആ സംഭവം ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ദൈവമക്കളായി തീർന്നു, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെട്ടു. അതുകൊണ്ട് അതാണ് അവിടുത്തെ വിഷയം. ആ വ്യവസ്ഥ ഞാൻ പാലിച്ചിട്ടുണ്ട്. അത് മാത്രം നാം ചിന്തിച്ചാൽ. 2, ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ യുവർ ഫീലിങ്സ്. തോന്നലുകളെ ആശ്രയിക്കാതിരിക്കുക. പലപ്പോഴും ഈ സംശയം കൊണ്ടുവരുന്നത് സാത്താൻ തന്നെയാണ്. നമ്മുടെ ചില തോന്നലുകളെ നമ്മൾ ധാരാളം ആശ്രയിക്കും. എന്നാലും ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു തോന്നൽ കടന്നു വരാറുണ്ട്. തോന്നലുകളെ ആശ്രയിക്കില്ല. 3 ചേർന്ന് പോകുന്നു. ഡിപ്പെൻഡ് ഓൺ ദ ഫാക്ട്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിലെ വസ്തുതകളെ ആശ്രയിക്കുക. തോന്നലുകളെ ആശ്രയിക്കരുത്. ഇപ്പം എന്ത് ചെയ്യണം? വസ്തുതകളെ ആശ്രയിക്കണം. എന്താണ് വസ്തുത എന്ന് പറയുന്നത്? 2 വാക്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. വസ്തുത എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കും. അതാണ് വസ്തുത. ഇനി ഈ 3 വാക്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. യോഹന്നാൻ 3:36, 5:24. ഇത് മാത്രം ഒന്ന് വായിച്ചോ. ഇത്രയും നേരം ഞാൻ വായിപ്പിച്ചില്ല. മതി, അത്രയും മതി. പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ടായേക്കുമെന്നല്ല, ഉണ്ട്, ഉറപ്പാണ്. കർത്താവിൻ്റെ വാക്കുകളാണ്. പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ട്. ഇനി യോഹന്നാൻ 5:24, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പിന്നെ ശ്രദ്ധിക്കുക, ഇതെല്ലാം കർത്താവിൻ്റെ വാക്കുകളാണ്. വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ഒരു വാചകം കൂടെ ഉണ്ട്. അവൻ തുടർന്നു 5:24 രണ്ടാം ഭാഗം. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. രക്ഷയുടെ ഭദ്രതയും അവിടെ വരുന്നുണ്ട്. ഇനി തിരിച്ചൊരു പോക്കില്ല. അവൻ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എന്ത് വ്യക്തമായിട്ട് ഇതൊക്കെയാണ് വചനത്തിലെ വസ്തുതകൾ എന്ന് പറയുന്നത്. ഇതാണ് നാം വിശ്വസിക്കേണ്ടത്. ഇതിനാണ് ആമേൻ പറയേണ്ടത്. 1 യോഹന്നാൻ 5:12-13 കൂടെ വായിക്കാം. ദൈവത്തെ ഒരു നാൾ കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. നാം അവനിലും അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ തന്നെ ആത്മാവിനെ കണ്ടതിനാൽ നാം അറിയുന്നു. 13 5:13. 1 യോഹന്നാൻ 5:13 വായിച്ചത്. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടത് തന്നെ. ഓക്കെ, ആ വാക്യമാണ് ഉദ്ദേശിച്ചത്. നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടത് തന്നെ.
അപ്പോൾ എന്ത് വ്യക്തമായിട്ടാണ് ബൈബിൾ പറയുന്നത്? വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഇതാണ് വേദപുസ്തകത്തിലെ വസ്തുത. അപ്പോൾ വസ്തുതയിൽ ആശ്രയിക്കുക. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ആരോ ഒരു ഉപമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു സാങ്കല്പിക ഉപമയാണ്. ഒരു മതിലിൻ്റെ മുകളിൽ കൂടെ 3 വ്യക്തികൾ നടക്കുന്നു. ഏറ്റവും മുമ്പിൽ പോകുന്ന വ്യക്തിയുടെ പേര് ഫാക്റ്റ് വസ്തുത. അതിൻ്റെ പിന്നിൽ പോകുന്ന വ്യക്തിയുടെ പേര് ഫെയ്ത്ത്, വിശ്വാസം. ഏറ്റവും പിന്നാലെ പോകുന്ന വ്യക്തി, മൂന്നാമത്തെ വ്യക്തിയുടെ പേര് ഫീലിംഗ്. ഫാക്റ്റ്, ഫെയ്ത്ത്, ഫീലിംഗ്. ഈ 3 പേരും കൂടെ ഒരു മതിലിൻ്റെ മുകളിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ ഈ ഫെയ്ത്ത് എപ്പോഴും നോക്കുന്നത് ഫാക്റ്റിലേക്കാണ്. മുന്നേ പോകുന്ന ആ വസ്തുതയെ നോക്കി, ദൈവത്തിലെ സത്യത്തെ നോക്കി നടക്കുകയാണ്. അതിൻ്റെ പിന്നാലെ ഫീലിങ്ങും പോകുന്നുണ്ട്. ഇങ്ങനെ അവർ പോകുമ്പോൾ പ്രശ്നമൊന്നുമില്ല. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ ഫെയ്ത്തിനൊരു സംശയം, എൻ്റെ പിന്നാലെയുള്ള ഫീലിംഗ് വരുന്നുണ്ടോ, അവനെൻ്റെ പിന്നാലെ ഉണ്ടോ, അതറിയാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ നോട്ടം വസ്തുതയിൽ നിന്ന് മാറി. അങ്ങനെ ഈ വിശ്വാസവും ഫീലിംഗും കൂടെ താഴെ വീണു എന്നാണ് ആ കൊച്ചു കഥ പറയുന്നത്. ഇതൊരാരോ ഉണ്ടാക്കിയൊരു പാരബിളാണ്, എന്നാൽ അത് സത്യമുണ്ട്. ഈ പലപ്പോഴും വസ്തുതയിൽ നോക്കേണ്ടതിന് പകരം നാം എന്ത് ചെയ്യും? നമ്മുടെ ഫീലിങ്ങിലേക്ക് ശ്രദ്ധ തിരിക്കും. അതോടെയാണ് എല്ലാം കൂടെ ഒരുമിച്ച് താഴെ വീഴുന്നത്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഉറപ്പോടെ ജീവിക്കാൻ സാധിക്കും? ഒന്നാമത് ചോദിക്കുക, ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടോ? 2 ഉണ്ടെങ്കിൽ ആ ദൈവവചനത്തിലെ വെളിപ്പെടുത്തപ്പെട്ട വസ്തുതകളെ ഞാൻ ആശ്രയിക്കണം, എൻ്റെ ഫീലിങ്ങിൽ ആശ്രയിക്കരുത്. ഏറ്റവും ഒടുവിലായിട്ട് അത് അഡീഷണലായിട്ട് പറഞ്ഞിരിക്കുകയാണ്, എവിഡൻസസ് ഓഫ് സാൽവേഷൻ. ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തി, ഞാനൊരു രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ അറിയാൻ സാധിക്കും? ഇത് മറ്റാരെയും ജഡ്ജ് ചെയ്യാനല്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റാരെയും ജഡ്ജ് ചെയ്യരുത്. നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്നാണല്ലോ വാക്യം. നമ്മെ തന്നെ പരിശോധിക്കാനാണ്. ഒന്നാമത്, നാം രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സാക്ഷ്യം നമുക്കുണ്ടാകും. റോമർ 8:14 നാം വായിക്കുന്നു, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. എന്താണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്? ഈ സാക്ഷ്യം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എപ്പോഴാണ് പലപ്പോഴും കേട്ടിട്ടുള്ളത്? നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരു പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മോട് പറയും, മകനെ മകളെ അത് ചെയ്യരുത്, അത് തെറ്റാണ്. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് ഒരു റഫറിയുടെ റോളാണ് പ്ലേ ചെയ്യുന്നത്. ഫുട്ബോൾ മാച്ചിലെയോ അല്ലെങ്കിൽ മറ്റ് കളികളിൽ റഫറി ഉണ്ട്. എന്താണ് റഫറിയുടെ ജോലി? ഫൗള് കാണിച്ചാൽ ഉടനെ വിസിലൂതും. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യമുണ്ട്. എപ്പോഴും നമ്മോട് പറയും, നീ ഒരു ദൈവപൈതലാണ്, അതിനനുസരിച്ച് ജീവിക്കണമെന്ന് പറയും. മാത്രമല്ല, തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാണിങ്ങും തരും. അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ആളാണെന്ന് നമുക്ക് അറിയാം. പക്ഷേ ഈ വിസിലടി, പരിശുദ്ധാത്മാവിൻ്റെ വിസിലടി പലപ്പോഴും നാം അവഗണിച്ച് പലതും ചെയ്യാൻ പോയാൽ എന്ത് സംഭവിക്കും? കുറേ കഴിയുമ്പോൾ ഈ ഒരു വാണിംഗ് കേൾക്കാതെയാകും. പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, പക്ഷേ നമുക്കത് കേൾക്കാൻ കഴിയാത്തൊരവസ്ഥയിലാകും. അതാണ് ഒന്നാമത്തെ തെളിവ്, പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സാക്ഷി. 2, പാപത്തോടുള്ള മനോഭാവത്തിൽ വരുന്ന മാറ്റം. വാക്യങ്ങളൊക്കെ ഉണ്ട്, ഞാനതിലേക്ക് പോകുന്നില്ല. പാപത്തോടുള്ള മനോഭാവത്തിൽ വരുന്ന മാറ്റം എന്താണത്? പാപത്തോടുള്ള മനോഭാവത്തിൽ വരുന്ന മാറ്റം, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വിടാം. ഒരിക്കലൊരു യുവാവ് ഒരു സഭയിൽ കടന്നു വന്ന്, നമ്മുടെ സഭയിലല്ല, ആ സഭയിലെ പാസ്റ്ററെ കണ്ട് സംസാരിച്ചു. താൻ പറഞ്ഞു, ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു ചില നാളുകൾക്ക് മുമ്പേ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം ചേർന്ന് സഭയിൽ ചേർന്ന് കൂട്ടായ്മ ആചരിച്ചു പോകാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഈ പാസ്റ്റർക്ക് ഈ യുവാവിനെ ഒരു പരിചയവുമില്ല, തികച്ചും അപരിചിതൻ. അങ്ങനെ ഒരാൾ വന്നു പറഞ്ഞാൽ ആ ഒരാളിനെ എങ്ങനെയാണ് സഭയിൽ സ്വീകരിക്കുന്നത്? പക്ഷേ ആ സഭയിൽ സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയെ മുറിവേൽപ്പിക്കുകയും ചെയ്യും, വേദനിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് താൻ പല കാര്യങ്ങൾ ചോദിച്ചു അറിയാൻ വേണ്ടി. എന്താണ് നീ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്നാണ് രക്ഷിക്കപ്പെട്ടത്? എങ്ങനെയാണ്? ഇതെല്ലാം ചോദിച്ചു. അപ്പോൾ അതിനെല്ലാം കൃത്യമായ ഉത്തരം ഈ യുവാവ് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒടുവിൽ ഈ പാസ്റ്റർ അവരെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു, ശരി, പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്നല്ലേ പറയുന്നത്? ശരി, രക്ഷിക്കപ്പെട്ടതിന് ശേഷം നീ ഏതെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നീ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? ഈ യുവാവ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു, അല്പം വയനപരിജ്ഞാനമുണ്ട്. അവൻ അല്പം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ,
രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഞാൻ ചില പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പാസ്റ്റർ ചോദിച്ചു, പിന്നെ നീ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അവൻ പറഞ്ഞു, ഒരു വ്യത്യാസമുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ എവിടെയെങ്കിലും ഒരു പാപം കണ്ടു കഴിഞ്ഞാൽ, പാപം ചെയ്യാനുള്ള സാധ്യത കണ്ടു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് പാപം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഓടുമായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എവിടെയെങ്കിലും പാപത്തിൻ്റെ ഒരു സാന്നിധ്യവും സാധ്യതയും കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ സകല ശക്തി ഉപയോഗിച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇതാണ് വ്യത്യാസം. എന്നിട്ട് ഒരു വാക്കൂടെ അവൻ പറഞ്ഞു, ചിലപ്പോൾ ഇങ്ങനെയുള്ള ഓട്ടത്തിൽ കാൽ വഴുതി ഞാൻ ചിലപ്പോൾ വീഴാറുണ്ട്, പക്ഷേ വീണാലും ഞാനിവിടെ കിടക്കാറില്ല, ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും എൻ്റെ ഓട്ടം തുടരുകയാണ്, പാപത്തിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത്രയും ഗംഭീരമായൊരു ഉത്തരം പാസ്റ്റർ പ്രതീക്ഷിച്ചില്ല. ഇത് കേട്ടപ്പോൾ താൻ പിന്നെ ഒന്നും ചോദിച്ചില്ല. അടുത്ത ഞായറാഴ്ച നിനക്ക് ഞങ്ങളോടുകൂടെ വന്ന് ഞങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇതാണ് പാപത്തോടുള്ള മനോഭാവത്തിൽ വരുന്ന മാറ്റം. രക്ഷിക്കപ്പെട്ട ആരും ഒറ്റ രാത്രി കൊണ്ട് വിശുദ്ധന്മാരായി പ്രായോഗിക ജീവിതത്തിൽ പരിപൂർണരായി തീരുന്നില്ല. എന്നാൽ പാപത്തോടുള്ള മനോഭാവത്തിലൊരു അടിസ്ഥാനപരമായ വ്യത്യാസം, മാറ്റം ഉണ്ടാകണം. ഒരു കാലത്ത് പാപത്തെ സ്നേഹിക്കുവാനും പാപം ആസ്വദിക്കുവാനും വേണ്ടി ഓടിക്കൊണ്ടിരുന്നവർ ഇന്ന് അതിൽ നിന്ന് ഓടി അകലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു പക്ഷേ ആ ഓട്ടത്തിൽ കാൽവഴുതി വീഴാം, എന്നാൽ വീണാലും എഴുന്നേൽക്കുക, പാപങ്ങളെ ഏറ്റുപറയുക, വീണ്ടും വിശുദ്ധിയിലേക്ക് ഓടുക. ഇതാണ് രക്ഷിക്കപ്പെട്ട ഒരാളിൻ്റെ തെറ്റുകൂടാത്ത. ഏറ്റവും ഒടുവിലായി നാം വായിക്കുന്നു, ഫ്രൂട്ട് ബെയറിംഗ്, അല്ലെ ഫലം കായ്ക്കൽ. മത്തായി 7:20 കർത്താവ് പറഞ്ഞു, യു വിൽ നോ ദം ബൈ ദർ ഫ്രൂട്ട്. നിങ്ങൾ അവരെ അവരുടെ ഫലത്താൽ തിരിച്ചറിയും. എന്ത് ഫലം? ഗലാത്യർ 5:22-23 വ്യക്തമായിട്ട് നാം വായിക്കുന്നു. ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞ് എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട്? 9 കാര്യങ്ങൾ. എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ഫ്രൂട്ട്, ഒരു ഫലമായിട്ടാണ് പൗലോസ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 9 രുചിഭേദങ്ങളുള്ള ഒരു ഫലമാണ് അവിടെ പറയുന്ന ആത്മാവിൻ്റെ ഫലം. ഒരു പക്ഷേ ഇതിൻ്റെ എല്ലാം പൂർണ്ണത നാം കാണുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ചെറിയ അളവിലെങ്കിലും ഈ ഗുണലക്ഷണങ്ങളെല്ലാം കാണും, യാതൊരു സംശയവുമില്ല. ഇതെല്ലാം നമ്മെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. മറ്റാരും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ചെയ്യരുത്. അതിനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടില്ല. ദൈവം ജഡ്ജ് ചെയ്തോളും. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കുന്നത്. രാത്രി നമുക്ക് ചോദിക്കാം, കർത്താവേ, ഈ പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം ഞാൻ കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ചാണോ ഞാൻ ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയാൻ, ഉപേക്ഷിക്കാൻ, തിരുത്താം. പാപത്തോടുള്ള മനോഭാവത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടോ? അതോ അവിശ്വാസികൾ ചെയ്യുന്നത് പോലെ ഏത് പാപവും ഒരു കുറ്റബോധവും ഇല്ലാതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. 3, ഈ പറയുന്ന ഫലം ഒരു ചെറിയ അളവിലെങ്കിലും എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നാം സ്വയം ചോദിക്കണം. ഈ ഒടുവിലത്തെ പേര് നാം പ്രധാനമായിട്ട് ചിന്തിച്ചത് എങ്ങനെ ഉറപ്പോടുകൂടി ജീവിക്കാൻ സാധിക്കും. ഒന്നാമത് ചെയ്യേണ്ടത് ആ രക്ഷയുടെ വ്യവസ്ഥ നാം പാലിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ തന്നെ ആ വ്യവസ്ഥ പാലിക്കണം. തോന്നലുകളെ ആശ്രയിക്കരുത്, വസ്തുതകളെ ആശ്രയിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫലമൊക്കെ പുറപ്പെടുവിച്ച് രക്ഷയുടെ ആ സന്തോഷം അനുഭവിച്ച് ജീവിക്കാൻ സാധിക്കും. 52-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന പോലെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമെന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. വാസ്തവം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ ലിസ്റ്റ് കൂട്ടാൻ സാധിക്കും. ആ രക്ഷയുടെ സന്തോഷം ഓരോ ദിവസവും അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ആ രക്ഷയുടെ ജീവിതം ഒരു ആസ്വാദികരമായ ജീവിതമാണ്. അങ്ങനെ ജീവിക്കുവാൻ ഇന്ന് കേട്ട ഈ ലളിതമായ പഠനത്തിൽ കൂടെ കൂടി വന്ന എല്ലാവരെയും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.